ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നവയാണ് ഗർഭാശയ ക്യാൻസറും അണ്ഡാശയ ക്യാൻസറും. ഇപ്പം ഗർഭാശയ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഗർഭാശയം അതിൻ്റെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ അനാറ്റമി ആദ്യമേ ഒന്ന് നോക്കാം. ഗർഭാശയം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ബോഡി ഓഫ് ദ യൂട്രസ്, താഴത്തെ ഭാഗം യൂട്രൈൻ സർവിക്സ്. യൂട്രൈൻ സർവിക്സ് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് നമ്മൾ താഴെ നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് യൂട്രൈൻ സർവിക്സ്. ബോഡി ഓഫ് ദ യൂട്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെൻസസ് സൈക്കിൾ നടക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് കുട്ടി കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗമാണ് ബോഡി ഓഫ് ദ യൂട്രസ് എന്ന് പറയുന്നത്. അപ്പം ബോഡി ഓഫ് ദ യൂട്രസിന് തന്നെ 3 ലെയറാണുള്ളത്. അതിൽ ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം. അതിൻ്റെ ഔട്ടർ ലെയർ നമ്മുടെ പെരിട്ടോണിയം, വയറിനകത്തെ പെരിട്ടോണിയമായിട്ട് യോജിച്ചാണ് പോകുന്നത്, സീറോസ. അപ്പോൾ മിഡിൽ ലെയറാണ് പേശി അല്ലെ മസിൽ ലെയർ. ഈ യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ക്യാൻസറുമായിട്ട് സിനോണിമസ് ആണ്. ഇന്നർ ലെയറാണ് 98% യൂട്രൈൻ ക്യാൻസറുകൾ ഉണ്ടാകുന്നത് ഇന്നർ ലെയറായ എൻഡോമെട്രിയത്തിലാണ്. മസിലിൽ നിന്നുള്ള ക്യാൻസറുകൾ വളരെ റെയറാണ്, 0.5 to 1% മാത്രമേ ഉള്ളൂ. അത് സാർക്കോമാസ് എന്നാണ് പറയുന്നത്. ഫൈബ്രോയിഡ് മാലിഗ്നൻ്റ് ആയാലും അതിനും സാർക്കോമ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഈ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈസ്ട്രോജൻ്റെ കൂടുതലാണ്. ഹൈപ്പർ ഈസ്ട്രോജനിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു എൻഡോമെട്രിയൽ ക്യാൻസറും. അത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ നോക്കുമ്പോഴും അതിൻ്റെ പ്രധാന കാരണം ജീവിതാദ്യം മുതൽ ജീവിതാവസാനം വരെ എത്ര കാലയളവിൽ ഹോർമോൺ ഒന്നുകിൽ ബ്രസ്റ്റിൽ അല്ലെ യൂട്രസിൽ പ്രവർത്തിച്ചോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു അപകട സാധ്യത നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഹോർമോണുകൾ എന്ന് പറയുന്ന പ്രധാനമായിട്ട് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. അപ്പോൾ അത് മെൻസസിൻ്റെ ആദ്യത്തെ പകുതിയിലാണ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നത്, രണ്ടാമത്തെ പകുതിയിൽ പ്രൊജസ്ട്രോൺ ആണ് ഉണ്ടാക്കുന്നത്. അത് യൂട്രസ് അല്ല ഉണ്ടാക്കുന്നത്, ഓവറിയാണ് ഉണ്ടാക്കുന്നത്. ഓവറിയിൽ ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെ പ്രവർത്തനമാണ് യൂട്രസിനകത്ത് എൻഡോമെട്രിയത്തിൽ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിലാണ് ഈ ഹൈപ്പർ ഈസ്ട്രോജനിസം, ശരീരത്തിൽ ഈസ്ട്രോജൻ കൂടുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ യൂട്രസിന് എൻഡോമെട്രിയത്തിന് സെൻസിറ്റിവിറ്റി, ഈസ്ട്രോജൻ സെൻസിറ്റിവിറ്റി കൂടുതലുണ്ടാകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞാൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാണ് രണ്ടാമത്തെ പകുതിയിൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. ഈസ്ട്രോജൻ ആണെങ്കിൽ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ പകുതിയിൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് വളർച്ചാ നിരക്ക് കുറയ്ക്കുകയും അതിനെ പാകപ്പെടുത്തുകയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അത് മെൻസസ് ആയിട്ട് പോയി അതിൻ്റെ ലെയർ കട്ടി കുറയും. അപ്പം അങ്ങനത്തുള്ള ആ പ്രൊജസ്ട്രോൺ ഇല്ലാത്തപ്പോൾ അല്ലെ ഓവുലേഷൻ നടക്കാത്ത കണ്ടീഷൻസിലാണ് ഈസ്ട്രോജൻ ശരീരത്തിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം അത് എന്തൊക്കെ കണ്ടീഷൻസിലാണെന്ന്. അപ്പം ഇത് ഈസ്ട്രോജൻ ശരീരത്തിൽ കൂടുതലുള്ള കണ്ടീഷൻ അല്ലെ കാലയളവ് കൂടുന്ന കണ്ടീഷൻസ് നേരത്തെ മാസമുറ വരിക, അർത്ഥവിരാമം ലേറ്റ് ആകുക, കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കുക, ലേറ്റായിട്ട് കുട്ടികൾ ഉണ്ടാകുക, ഇതെല്ലാം ശരീരത്തിൽ ഈസ്ട്രോജൻ കൂടുന്ന കണ്ടീഷൻസ് ആണ്. മെനാർക്കി വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് സാധാരണ ഓവുലേഷൻ വരാറുള്ളൂ. അതുപോലെ തന്നെ അർത്ഥവിരാമം ആണെങ്കിലും കുറേ നാൾ ഓവുലേഷൻ നിൽക്കും അർത്ഥവിരാമത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓവുലേഷൻ നിൽക്കുന്ന സമയം അർത്ഥവിരാമം തമ്മിലുള്ള കാലയളവ് കൂടുതലാണെങ്കിൽ ഈസ്ട്രോജനിക് ആക്ഷൻ കൂടുന്നത്. അതേപോലെ ഈസ്ട്രോജൻ നമുക്ക് ശരീരത്തിൽ കൂടുതലുണ്ടാകുന്ന കണ്ടീഷൻസിനാണ് ഡയബറ്റിസ്, ഒബിസിറ്റി, അതേപോലെ തന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഈ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡയബറ്റിസ്, ഒബിസിറ്റി ആൻഡ് അതർ ഫാക്ടേഴ്സ്, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ എല്ലാം കൂടെ കൂടിയുള്ള ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കീ ഫാക്ടറായിട്ട് നിൽക്കുന്നത് ഒബിസിറ്റി തന്നെയാണ്. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് ലൈപ്പിഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ അതിൽ ട്രൈഗ്ലിസറൈഡ് കൂടുക, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻസ്, അത് ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും, അതിൻ്റെ കുറവും കാണിക്കും. അതാണ് ലൈപ്പിഡിലുള്ള ചേഞ്ചസ്. ബാക്കി ഉണ്ടാകുന്ന ചേഞ്ചസ് ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ ഡയബറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ്. പിന്നെ ഇത് ഇൻസുലിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, കോശങ്ങൾക്ക് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഈ കോശങ്ങളുടെ നീർവീഴ്ച കൊണ്ടാണ് ഇൻസുലിന് ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, അങ്ങനെ ഇൻസുലിൻ ലെവലും കൂടും. അപ്പോൾ ശരീരത്തിൽ എന്തൊക്കെ കൂടുന്നു നോക്കിയാൽ ഈസ്ട്രോജൻ്റെ ലെവൽ ഹൈ ആവും, ബ്ലഡ് കൊളസ്ട്രോൾ വെച്ചാൽ അത് കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ് ആണ് കൂടുന്നത്, അതിൻ്റെ HDL കുറയും. അത് ബ്ലഡ് ഷുഗർ കൂടും, ഇൻസുലിൻ ലെവൽ കൂടും, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടും. അതേപോലെ തന്നെ ഒബിസിറ്റിയിലുള്ള ലെപ്റ്റിൻ എന്ന് പറയുന്ന പദാർത്ഥം ഒബിസിറ്റിയിലുണ്ട്, അതൊരു ജീനാണ്. അതും യൂട്രസിൻ്റെ കോശ വളർച്ച, എൻഡോമെട്രിയത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അതിനകത്താണെങ്കിലും കൂടുതൽ നാൾ അനോവുലേഷൻ വെച്ചാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ പുറം ചട്ടയിൽ സിസ്റ്റുകൾ ഫോം ചെയ്യും. അപ്പോൾ ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ആ കണ്ടീഷൻസിലും ശരീരത്തിലെ ആൻഡ്രോജൻ പുരുഷ ഹോർമോൺ കൂടും, ഇൻസുലിൻ്റെ ലെവൽ കൂടും, അതിൻ്റെ ഫലമായിട്ടൊക്കെ ഈസ്ട്രജൻ്റെ ലെവൽ കൂടും. അപ്പോൾ അതിൻ്റെ ചികിത്സയും കൂടെ നമ്മൾ ഹോർമോൺ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഹോർമോണൽ ഇഫക്റ്റ് എൻഡോമെട്രിയത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവൂ. ഡയബറ്റീസിന് തന്നെ ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിന്, പിന്നെ എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് വണ്ടേഴ്സ് ഉണ്ടാവുന്നതാണ്. സാധാരണ മെൻസസ് വരാത്ത ആൾക്കാരിൽ പെട്ടെന്ന് മെൻസസ് വരികയും റെഗുലർ ആവുകയും ചെയ്യും എക്സസൈസ് കൊണ്ട്, അതുപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻ കൊണ്ട്. അപ്പോൾ ഈ യൂട്രൈൻ ക്യാൻസേഴ്സ് തന്നെ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം. ഇത് സാധാരണ 2 തരത്തിലാണ് യൂട്രൈൻ ക്യാൻസേഴ്സ്: ടൈപ്പ് 1 ക്യാൻസേഴ്സ് ആൻഡ് ടൈപ്പ് 2 ക്യാൻസേഴ്സ്. ടൈപ്പ് 1 ക്യാൻസേഴ്സ് ആണ് സാധാരണ ഈസ്ട്രോജൻ്റെ ഹൈപ്പർ ഈസ്ട്രോജനിസം മൂലം ഉണ്ടാകുന്നത്. ആ ടൈപ്പ് 1 ക്യാൻസേഴ്സ് വളരെ മൈൽഡ് വെറൈറ്റിയാണ്. എന്നുവെച്ചാൽ 80% ഈ ഈസ്ട്രോജൻ്റെ കൂടുതൽ കൊണ്ടാണ്. ഇപ്പോൾ 80% ടൈപ്പ് 1 ക്യാൻസേഴ്സ് ആണ്. 80-90% എന്ന് വേണമെങ്കിൽ പറയാം ടൈപ്പ് 1 ക്യാൻസേഴ്സ് ആണ്. അതിൽ എൻഡോമെട്രിയോഡ് വെറൈറ്റി അതാണ് അതിൻ്റെ ലൈനിങ്ങിൻ്റെ സെൽസ് എൻഡോമെട്രിയോഡ് വെറൈറ്റി എന്ന് പറയും. അത് വളരെ മൈൽഡായിട്ടുള്ള വെറൈറ്റിയാണ്. അത് നമുക്ക് വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിച്ചാൽ സർജറി ചികിത്സ മാത്രം മതി. ചിലപ്പം ചുരുക്കം ചില കേസസിൽ റേഡിയേഷൻ വേണ്ടി വരും. എന്നാൽ ടൈപ്പ് 2 ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഹോർമോണുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല. അത് കുറച്ചുകൂടെ യങ്ങർ ഏജിൽ വരാം. വളരെ അഗ്രസീവായിട്ടുള്ള പെട്ടെന്ന് പെരുകി കഴലുകളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് ടൈപ്പ് 2 ക്യാൻസേഴ്സ്. ടൈപ്പ് 2 ക്യാൻസേഴ്സിൽ സീറ ക്യാൻസേഴ്സ്, ക്ലിയർ സെൽ ക്യാൻസേഴ്സ്, അൺഡിഫറൻഷ്യേറ്റഡ് ക്യാൻസേഴ്സ് ആൻഡ് കാർസിനോസാർക്കോമ ഇതെല്ലാം ടൈപ്പ് 2 ക്യാൻസേഴ്സിലാണ് വരുന്നത്. ഇതിൽ സർജറി ചെയ്തിട്ട് സ്റ്റേജ് നിശ്ചയിക്കണം. ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഇമ്പോർട്ടൻസ് റോള് സർജറിക്കാണ്. അത് സർജറി ചെയ്ത് നമുക്ക് സാധാരണ ഒരു ഹിസ്റ്റക്ടമി അല്ല, സർജറി തന്നെ ഒരു മോഡിഫിക്കേഷൻ വേണം. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കഴലുകൾ എടുത്തു നോക്കണം. അത് തന്നെ ഇപ്പോൾ ഒരു നൂതനമായിട്ടുള്ള മാർഗമുണ്ട്. സെന്റിനൽ നോഡെന്ന് അതിന് പറയും. സർവിക്സിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അത് വയറിനകത്ത് യൂട്രസിൻ്റെ സൈഡിലുള്ള ഏത് കഴലയിലേക്കാണ് പോകുന്നതെന്ന് ഒരു ഗാമ പ്രൊബ് വെച്ച് നോക്കി ആ കഴലയാണ് എടുക്കുന്നത് സെന്റിനൽ നോഡ് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റേജിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സയും പ്രോപ്പറായിട്ടുള്ള ഫലവും നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടായിട്ടുള്ള ഒന്നാണ് അതിൻ്റെ ഡയഗ്നോസിസ്. എപ്പോഴും ഒരു ഡയഗ്നോസിസ് ചെയ്തിട്ട് മാത്രമേ യൂട്രൈൻ ക്യാൻസറിൻ്റെ സർജറിക്ക് പോകാവൂ. അപ്പം ബ്ലീഡിങ് വന്ന ഉടനെ യൂട്രസ് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. അപ്പം നമുക്ക് സർജറി പ്രോപ്പർ ആകുന്നില്ല, സർജറി കൊണ്ട് സ്റ്റേജിങ് ചെയ്യാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള സെൽസൊക്കെ ചിലപ്പം ഈവൻ മിനിമലി ഇൻവേസീവ് സർജറിയൊക്കെ നമുക്ക് ഡയഗ്നോസ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം വയറിനകത്തേക്കുള്ള സ്പ്രെഡ് ചിലപ്പം കൂട്ടുകയും ചെയ്യും. ടൈപ്പ് 2 ക്യാൻസേഴ്സ് ആണ് പലയിടത്തും സർജറി, മിനിമലി ഇൻവേസീവ് സർജറി ടൈപ്പ് 2 ക്യാൻസേഴ്സിന് അത്ര നല്ലതല്ല. പിന്നെ ടൈപ്പ് 2 ക്യാൻസേഴ്സിന് സർജറിയും സ്റ്റേജിങ്ങും മാത്രം ചിലപ്പോൾ പോരാ. അതാണ് പ്രധാനമെങ്കിലും അത് മാത്രം പോരാ. അതിന് ഏത് സ്റ്റേജ് ആണെങ്കിലും മിക്കവാറും കീമോതെറപ്പിയുടെ ആവശ്യം വരും. അണ്ടസ് വളരെ ഏർലി സ്റ്റേജ് 5% മാത്രമേ ഇനി കീമോതെറപ്പിയുടെ ആവശ്യം വരാറുള്ളൂ. 95% അതിന് കീമോതെറപ്പിയും റേഡിയേഷനും വേണം, പ്രത്യേകിച്ച് സീറസ് ട്യൂമേഴ്സിന്. എന്നാൽ ടൈപ്പ് 1 ക്യാൻസേഴ്സ് വളരെ മൈൽഡായിട്ടുള്ള ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. അതിന് നമുക്ക് 90%, ഒരു 80% തന്നെ, അതിൽ കൂടുതൽ തന്നെ ടൈപ്പ് 1 ക്യാൻസേഴ്സ് ആണ്. സർജറി കൊണ്ട് മാത്രം ഫലം കിട്ടുന്ന ഒന്നാണ് പ്രോപ്പറായിട്ടുള്ള സർജറി, പ്രോപ്പറായിട്ടുള്ള സ്റ്റേജിങ്, പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്. എൻഡോമെട്രിയൽ ക്യാൻസേഴ്സിൻ്റെ സ്റ്റേജ് ഏതൊക്കെയെന്ന് നോക്കാം. സ്റ്റേജ് 1 അതായത് യൂട്രസിന് അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്റ്റേജാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 യൂട്രസിൽ തന്നെയാണ്, എന്നാൽ താഴേക്കുള്ള സർവിക്സിന് അഫക്റ്റഡ് ആകും സ്റ്റേജ് 2. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ വയറിലേക്കുള്ള ചെറിയ സ്പ്രെഡ് വരുന്നത് ആണ് സ്റ്റേജ് 3. ഫെലോപ്പിയൻ ട്യൂബിലും ഓവറിയിലും യൂട്രസിൻ്റെ ഔട്ട്സൈഡ് ലെയറായ സീറോസൈലും സ്പ്രെഡ് ഉണ്ടാകുന്നതാണ് സ്റ്റേജ് 3. സ്റ്റേജ് 4 ആണ് ഡിസ്റ്റൻസ് സ്പ്രെഡ്. അത് താഴെയുള്ള ഓർഗനെ അഫക്റ്റ് ചെയ്യാം, ബ്ലാഡർ, റെക്ടം, മലാശയം എന്നൊക്കെ ആ ഓർഗനെ അഫക്റ്റ് ചെയ്യാം. വെച്ചാൽ ബ്ലാഡർ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ മുൻവശത്തായിട്ടും റെക്ടം യൂട്രസിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇത് രണ്ടിനെ അഫക്റ്റ് ചെയ്താൽ സ്റ്റേജ് 4A ആകും. മറ്റ് ശരീരഭാഗങ്ങളെ അഫക്റ്റ് ചെയ്താൽ സ്റ്റേജ് 4B ആകും. അപ്പോൾ സ്റ്റേജ് 4 നമുക്ക് കീമോതെറപ്പി മാത്രമേ, ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് കീമോതെറപ്പി തന്നെയാണ് എടുക്കുന്നത്, പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് സ്പ്രെഡ് ഉള്ളപ്പോൾ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജ് 3 ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലാണെങ്കിൽ സർജറിക്ക് പോകാം. പക്ഷേ കൂടുതലും കീമോതെറപ്പിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. അത് കഴിഞ്ഞിട്ട് യൂട്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ യൂട്രസ് റിമൂവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റേജ് 1 നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഏറ്റവും ഫലം നല്ലതായിട്ട് കിട്ടുന്ന, അല്ലെ 5 ഇയർ സർവൈവൽ എന്നൊക്കെ പറഞ്ഞാൽ അത് 100% ഈ സ്റ്റേജ് 1 ഏത് 1 ആണെങ്കിലും 2 ആണെങ്കിലും. 1 എന്ന് പറഞ്ഞാൽ 1 ഏകദേശം ക്യൂർ എന്ന് തന്നെ പറയാം. സ്റ്റേജ് 1 ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് തന്നെ പറയാം. സ്റ്റേജ് 2 3 സർജറി ചെയ്ത് നമ്മൾ മാക്സിമം ട്യൂമർ മാറ്റാൻ നോക്കിയിട്ട് അത് പിന്നെ കീമോതെറപ്പിയോ റേഡിയേഷനോ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, ഫർദർ സ്റ്റേജിങ് അനുസരിച്ച് ഇത് രണ്ടും ഉപയോഗിക്കും. പ്രിവെൻഷൻ എങ്ങനെയെന്ന്
ചോദിക്കുകയാണെങ്കിൽ കാരണങ്ങളിലാണല്ലോ ആദ്യം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കേണ്ടത്. കാരണങ്ങൾ തന്നെ പ്രധാനപ്പെട്ടവ ഒബിസിറ്റി, ഡയബറ്റിസ്, ഇതുപോലെ ഹൈപ്പർ ടെൻഷന്, ഹൈപ്പോതൈറോയിഡിസം, ഇതെല്ലാം കൂടെ ചേർന്ന് കൊളസ്ട്രോൾ കൂടുതൽ, ഇതെല്ലാം കൂടെ ചേർന്നുള്ള കണ്ടീഷനാണല്ലോ മെറ്റബോളിക് സിൻഡ്രോം. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഡയബറ്റിസ് ആണ് വളരെ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ഒബിസിറ്റി രണ്ടിനും, ഒബിസിറ്റിക്കാണെങ്കിലും ഡയബറ്റീസിലാണെങ്കിലും ഈവൻ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും നമുക്ക് ഡയറ്റ് കൺട്രോളും എക്സസൈസും അനിവാര്യമാണ്. ഒബിസിറ്റി എക്സസൈസും ഡയറ്റ് കൺട്രോളും ഒക്കെ കൊണ്ട് ഫലപ്രാപ്തി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ബീറിയാട്രിക് സർജറിയും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമക്ക് ആമാശയം ക്ലിപ്പ് ചെയ്യുന്ന ഒരു സർജറിയാണ് ബീറിയാട്രിക് സർജറി. അതിപ്പോൾ വളരെ ഒബിസിറ്റി ഉള്ളവർക്ക് അത് ചെയ്യുവാണെങ്കിൽ ഒബിസിറ്റി കൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാകാം. ശ്വാസം മുട്ടൽ തൊട്ട് നമുക്ക് ഈ ക്യാൻസറുകൾ കൂടും, അല്ലാതെ പക്ഷാഘാതം, ഹൃദയാഘാതം, ഇതെല്ലാം കൂടി ക്യാൻസറുകൾ അല്ലാതെ തന്നെ. അപ്പോൾ ക്യാൻസർ, സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ, ഒവറിയൻ ക്യാൻസർ, കുടൽ ക്യാൻസർ, ഇതേപോലെ ഒരുപിടി ക്യാൻസറുകളാണ് ഒബിസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ഒബിസിറ്റി, ഡയബറ്റിസ്, ഇത് ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇത് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഒബിസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സർജറി കൊണ്ട് വണ്ണം കുറയ്ക്കാൻ നോക്കണം. അതേപോലെ തന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻസിൽ നമ്മൾ വറുത്തതും പൊരിച്ചതും അധികം കഴിക്കാതിരിക്കുക, കൂടുതൽ നാരുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, വെജിറ്റബിൾ സാലഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ ഫ്രൂട്ട്സ്, ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമുള്ള ഫ്രൂട്ട്സിൽ, പ്രത്യേകിച്ച് പഴുത്ത ഫ്രൂട്ട്സിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതാണ്. ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഹോൾ ഗ്രെയിനും ഫിഷ് ഉണ്ട്, അതിനകത്ത് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു തരത്തിലും പ്രോസസ്ഡ് മീറ്റോ ഒന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹോർമോണിൻ്റെ യൂസ് മാക്സിമം കുറയ്ക്കണം. എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഹോർമോണിന് നമുക്ക് ലൈഫിൻ്റെ നമ്മുടെ ആ കാലയളവിൽ ആവശ്യമില്ലാത്ത രീതിയിൽ മാസമുറ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാനുള്ള ഗുളികകൾ കഴിക്കുക. അതും ഗർഭനിരോധന ഗുളികകൾ കൂടുതൽ, അത് രണ്ടും കൂടെയുള്ള കമ്പൈൻഡ് പിൽസാണ് യൂട്രസിന് അധികം പ്രോബ്ലം വരുന്നില്ല. ഈസ്ട്രോജൻ എലോൺ പിൽസാണ് ഹൈ ഡോസിൽ കഴിക്കുമ്പോഴാണ് ഈസ്ട്രോജൻ കൂടുതൽ വരുന്നത്, എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുന്നത്. പക്ഷേ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഒക്കെ ഉള്ളവർക്കും ഇത് കൂടുന്നത് ഈസ്ട്രോജൻ ശരീരത്തിൽ കൂടുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഔട്ട്സൈഡ് ഉള്ള ഈസ്ട്രോജന് നമ്മളെപ്പോഴും കുറയ്ക്കാനായിട്ട് നോക്കണം.